പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നതിൽ എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കും വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു ദേഷ്യവും തോന്നരുത്. ഞാനടക്കമുള്ളവർ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുന്നത്, കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും തെരഞ്ഞെടുത്ത് മന്ത്രിമാരാക്കി അങ്ങോട്ട് വെക്കുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കും വേണ്ടി അവരുടെ ക്ഷേമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ കുരുതി കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ കൊള്ളയടിക്കാനോ അല്ല. എന്നാൽ നമ്മൾ കണ്ടുവരുന്നത് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടക്കാർക്ക്, അവരുടെ കുടുംബക്കാർക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർക്കായിരിക്കാം, കൂട്ടുകാർക്കായിരിക്കാം, അവർക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ നിയമങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തെ നിയമങ്ങളും മറ്റും മാറ്റിമറിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റാണ്. എന്റെ വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇന്നലെ ഫെയിൽ ആയതാണ്. ബൈക്കിന്റെ. ഇതിന്റെ കാരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെയും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും പ്രശ്നമാണ്. ഇതിവിടുത്തെ രാഷ്ട്രീയക്കാരും സംസാരിക്കുന്നില്ല. ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് ആരും ചിന്തിക്കുന്നേ ഇല്ല. ഇവിടുത്തെ പത്രങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുമില്ല. കാരണം പണം നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ പാവങ്ങൾക്കാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം 80, 100 അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ അടച്ചാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല. 1000, 1500 ഒരു വിഷയമൊന്നുമില്ല. പക്ഷെ എന്നെ പോലെയുള്ളവർക്ക്, പാവങ്ങൾക്ക്, സാധുക്കൾക്ക് അതൊക്കെ ഒരു വലിയ തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ ഒഴിവാക്കേണ്ടതുണ്ട്, സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയുണ്ട്. ആ മന്ത്രിക്ക് ഇത് അറിയുമല്ലോ എന്ന് എനിക്കറിയില്ല. കേന്ദ്രത്തിലുള്ള മന്ത്രിമാരാണ് ഇത് നടപ്പിലാക്കിയതെന്നതുകൊണ്ട് അവരിതിൽ തലയിടുമെന്ന് കരുതുകയും വേണ്ട. ഞാൻ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇത് ഫെയിൽ ആയതെന്നറിയോ? ഞാൻ മാത്രമല്ല, ഈ നമ്മൾ കേരളത്തിലെ കാര്യം എടുക്കാം. കേരളത്തിലുള്ള മുഴുവൻ വണ്ടികളും പഴയകാല പെട്രോൾ വാഹനങ്ങളാണ് എന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ്, പുക ടെസ്റ്റ് പരാജയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ വണ്ടിയുടെ കുഴപ്പമല്ല. നമ്മുടെ വാഹനം ശരിക്കും പെട്രോൾ ഒഴിച്ച് ഓടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പെട്രോൾ അടിച്ച് ഓടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വാഹനത്തിന് പുക ടെസ്റ്റിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അതല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ കേന്ദ്ര സർക്കാർ ചില കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പൊല്യൂഷൻ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടെന്നോ അല്ലെങ്കിൽ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ടെന്നോ എന്നൊക്കെയാണ് പറയുന്നത്. പച്ച നുണയാണ്. ഇത് ഭൂലോക തട്ടിപ്പാണ്. ഇത് ചിലരുടെയൊക്കെ മടിയിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ പെട്രോൾ വാഹനം ഉപയോഗിക്കുന്നവരുടെ പണം കൊള്ളയടിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് അതത് സംസ്ഥാന സർക്കാരുകൾക്ക് പുക ടെസ്റ്റിന്റെ പേരിൽ ജനങ്ങളെ വീണ്ടും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ KB ഗണേഷ്കുമാർ ഇതിനെക്കുറിച്ച് മിണ്ടാത്തത്. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പാണ് ഞാനടക്കമുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ ധനനഷ്ടം ഉണ്ടാക്കുന്നതും പുക ടെസ്റ്റ് മാറ്റിയെടുക്കാൻ കഴിയാത്തതും. ഇതൊന്നും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. കാരണം ശരിക്കും പെട്രോൾ ഒഴിച്ച് ഓടാനായിട്ട് ഉണ്ടാക്കിയ ഒരു വണ്ടി പിന്നെ കുറച്ച് എഥനോളും കൂടെ ചേർത്ത് ഓടിക്കുമ്പോൾ, എഥനോൾ ചേർത്ത പെട്രോൾ അതിനകത്ത് പാരുമ്പോൾ നടക്കില്ല. സത്യത്തിൽ അശാസ്ത്രീയമായി ഇങ്ങനെ നടപ്പിലാക്കേണ്ട സ്ഥാനത്ത് ഇവിടെ പെട്രോൾ വേണമെന്നുള്ളവർക്ക് പെട്രോൾ, ഇനി ഈ എഥനോൾ ചേർത്തിട്ടുള്ള പെട്രോൾ വേണമെന്നുള്ളവർക്ക് ഇത് രണ്ടും ലഭിക്കാനുള്ള സൗകര്യം ഒരുക്കണം. കാരണം പഴയ വണ്ടികൾക്ക് പെട്രോൾ ഒഴിച്ചാലേ പറ്റൂ. അവർക്ക് ഈ പുതിയ സംവിധാനത്തിലുള്ള ഈ മായം ചേർത്ത പെട്രോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ വണ്ടി കേടുവരുന്നു, അവർക്ക് പുക ടെസ്റ്റ് പാസ്സാക്കാൻ കഴിയുന്നില്ല, പൊല്യൂഷൻ കൂടുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതല്ല എന്നുണ്ടെങ്കിൽ ആ പഴയ വണ്ടികൾ മാറ്റി സർക്കാരെല്ലാം പുതിയ വണ്ടി കൊടുക്കണം. അത് കൊടുക്കുമോ? ഇല്ല. അപ്പൊ ജനങ്ങളെ പിഴിയാൻ വേണ്ടി, ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി, അവരുടെ മക്കൾക്കും മരുമക്കൾക്കും ബാക്കിയുള്ളവർക്കും കുടുംബക്കാർക്കും കാശുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയിൽ മോദി സർക്കാരായാലും കേരളത്തിൽ പിണറായി സർക്കാരായാലും കൂട്ടുനിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു നിർബന്ധിച്ച് ഒന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ പുക നിയന്ത്രണത്തിലും ചില അളവിലും മറ്റു കാര്യങ്ങളിലും മാറ്റം വരണം. എന്നാൽ ഇത്തരത്തിൽ മാലിന്യം പുറത്തുവിടുന്ന, പുക ടെസ്റ്റിൽ പാസ്സാകാത്ത വിധത്തിലുള്ള പെട്രോൾ കൊടുത്ത ശേഷം അത് കത്തിച്ച് പുറത്തേക്ക് വരുന്ന പുക കൊണ്ട് ഇവിടെ ടെസ്റ്റ് പാസ്സാകുന്നില്ല എന്ന് പറയുന്നത് വിരോധാഭാസമാണ്, കൊള്ളയാണ്. എന്തുകൊണ്ടാണ് പുക ടെസ്റ്റിൽ ഇത്തരം വാഹനങ്ങൾ ഫെയിലിയർ ആകുന്നത് എന്നതിന്റെ വസ്തുത ഞാനൊന്ന് പറയാം. ഇപ്പൊ എഞ്ചിൻ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ആ പെട്രോൾ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂണിംഗ് ആണ് ഇത് നടത്തിയിട്ടുള്ളത്. പഴയ വാഹനങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ മായം ചേർത്ത പെട്രോളുമായി ചേർന്ന് പോകാൻ കഴിയില്ല. എത്ര തന്നെ ട്യൂൺ ചെയ്താലും നടക്കില്ല. ആ പുക ടെസ്റ്റ് പാസ്സാകുകയുമില്ല. എത്രയോ വാഹനങ്ങൾ അങ്ങനെ പുക ടെസ്റ്റ് പാസ്സാകാതെ നടക്കുന്നുണ്ട്. പുക പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കുകയും ചെയ്യും. അതായത് വലിയ കൊള്ളയാണ് ആ കാര്യത്തിൽ വരുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ശരിയായി ഇന്ധനം കിട്ടാത്തതാണ്. കാരണം പെട്രോൾ ഒഴിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ശരിയായി ഇന്ധനം കിട്ടിയിരുന്നു. എന്നാൽ ഇവിടെ മായം ചേർന്ന പെട്രോൾ ചേർക്കുന്നതോടുകൂടി, അതാണിപ്പോൾ വിതരണം ചെയ്യുന്നത്, അത് കൊടുക്കുന്നതോടുകൂടി ആവശ്യത്തിന് പെട്രോൾ അത്തരം വാഹനങ്ങൾ കിട്ടുന്നില്ല. ഫലം അറിയാലോ, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുരുതരമായ മറ്റൊരു വിഷയമാണ് ഈ ഇഥനോളിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ വലിച്ചെടുക്കാൻ കഴിയും. ടാങ്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈർപ്പത്തെ വലിച്ചെടുത്ത് ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എഥനോൾ, ഈ മായം ചേർന്ന മായവും ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന വെള്ളവും കൂടി ടാങ്കിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കും. കുറെ കഴിയുമ്പോൾ ടാങ്ക് നാശവും, എഞ്ചിൻ കേടുവരും, അങ്ങനെ വാഹനം തന്നെ കേടുവരും.
എന്തിനാണ് ഇങ്ങനെ മായം ചേർന്ന പെട്രോൾ ഇന്ത്യയിലുടനീളം വിൽക്കുന്നത്? പറയുന്നത് പുറത്തുനിന്ന് എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അല്ല, ഇവിടെ ഈ ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ചില വേണ്ടപ്പെട്ടവരുണ്ട്, അതിൽ ബന്ധുക്കളുമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പലരുമുണ്ട്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ അത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ കറവ പശുക്കളായി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പണം അവരുടെ വാഹനങ്ങൾ കേടുവരുത്തിക്കൊണ്ട് അവരിൽ നിന്ന് അമിതമായി പിഴ ചുമത്തിക്കൊണ്ടൊക്കെ ഈടാക്കിയെടുക്കുന്നു. പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെ മായം ചേർന്ന പെട്രോൾ കൊടുക്കുന്നതിലൂടെ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ പറ്റും, അങ്ങനെ ഇന്ത്യയുടെ പണം പുറത്തേക്ക് ഒഴുകുന്നത് തടയാൻ പറ്റുമെന്നാണ്. ശുദ്ധ നുണയാണത്. ഇത് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കാനുള്ള ഒരു തന്ത്രമാണ്. അതായത് ഇവിടെ മന്ത്രിമാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പിണിയാളുകൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആയിട്ടുള്ളവർ നടത്തുന്ന എഥനോൾ ഫാക്ടറിയിലെ, കരിമ്പ് ഫാക്ടറിയിലെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ അതിനെ ഇന്ത്യൻ വിപണിയിൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ച് അവരുടെ വാഹനം കേടുവരുത്തിച്ച് അവരുടെ പണവും നഷ്ടപ്പെടുത്തി അവരെ കൊള്ളയടിക്കാനുള്ള ഒരു തന്ത്രമായിട്ടേ പറ്റൂ. അതായത് സ്വന്തം കുടുംബക്കാരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ, അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരെ സാമ്പത്തികമായി വളർത്തിയെടുക്കാനുള്ള ഒരു കുതന്ത്രം. അതാണ് ഇവിടെ. പറച്ചിൽ വേറെയാണ്. ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നല്ലൊരു മന്ത്രിയാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങളെ, റോഡുകളെ ഒക്കെ ഇന്നത്തെ നിലയിൽ വളരെ വലിയ വികസനം നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ ഇൻഫ്രാസ്ട്രക്ചറിൽ നരേന്ദ്രമോദിക്ക് മുമ്പും പിൻപും എന്നെടുക്കേണ്ടി വരും. അതിനു മുമ്പ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മോദി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് വരെയുള്ള മുഴുവൻ കാലത്തെ റോഡ് വികസനം എടുത്തു നോക്കിയാൽ ഈ കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് അതിലേറെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിൽ അതിന് വളരെ പ്രധാനമായ പങ്കുവച്ചിട്ടുള്ള ആൾ തന്നെയാണ് നിതിൻ ഗഡ്കരി, യാതൊരു സംശയമില്ല. ഈ സർക്കാർ മാറി മാറി വരുമ്പോഴും അദ്ദേഹത്തെ ഈ പറയുന്ന ഉപരിതല ഗതാഗത വകുപ്പിൽ നിന്നും മാറ്റുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളും, അതായത് നിതിൻ ഗഡ്കരി, സാരംഗ് ഗഡ്കരി, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അവർക്ക് പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ അവരുടെ കുറെ സ്ഥാപനങ്ങൾ, സിയാൻ ആഗ്രോ ഇൻഡസ്ട്രീസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, അതുപോലെ മാനസ് ആഗ്രോ ഇൻഡസ്ട്രീസ്, ഇങ്ങനെ തുടങ്ങിയ കമ്പനികൾ, കുറച്ച് കമ്പനികൾ ഈ എഥനോൾ വിതരണക്കാരാണ്. ഇവരുടെ എഥനോൾ അവിടെ കിടക്കുമ്പോൾ അവർക്ക് ഉറക്കം വരൂല. കാരണം അവർക്ക് കോടികളുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് അവരെ കോടീശ്വരന്മാർക്ക് അല്ലെ ശതകോടീശ്വരന്മാരാക്കുക എന്നുള്ളത് ഇവരുടെ ഉദ്ദേശമാണ്. ഫലത്തിൽ ജനങ്ങളെ സേവിക്കാൻ എന്ന് പറയുകയും ചെയ്യും, അങ്ങനെ സേവനങ്ങൾ നടത്തുകയും ചെയ്യും. മറുവഴിക്ക് കൂടെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതം ദുരിതമാക്കുകയും ചെയ്യും. എന്നാൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നും ഇത്തരത്തിലുള്ള വിതരണം ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള വിതരണം 0.5% മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഈ എഥനോൾ ചേർത്ത് കൊടുക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ? ഇവിടുത്തെ വാഹനങ്ങളുടെ ആരോഗ്യത്തിന് ശരിയല്ലത്. ഈ എഥനോൾ കൊടുത്തതിന് ശേഷം വാഹനങ്ങൾക്കൊന്നും പുക ടെസ്റ്റ് പാസ്സാകുന്നില്ല. അവർ പാസ്സാക്കാൻ എന്ത് ചെയ്യണമെന്നും കൂടി മന്ത്രി ഗഡ്കരിയും ഇവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ്കുമാരും പറഞ്ഞു തരണം. എങ്ങനെ പാസ്സാക്കിയെടുക്കും? പഴയ പെട്രോളിന്റെ മാനദണ്ഡത്തിലാണ് ഇപ്പോഴും ടെസ്റ്റ് നടക്കുന്നത്. ശരിക്കുള്ള പെട്രോളിന്റെ മാനദണ്ഡത്തിൽ അത് കത്തുന്നതിന് അനുസരിച്ച് ഇപ്പൊ മായം ചേർത്തിട്ടുള്ള എഥനോൾ ചേർത്തിട്ടുള്ള പെട്രോൾ കത്തുമ്പോൾ അതുപോലെ പുക ടെസ്റ്റ് പാസ്സായി വരണം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളെ പുറത്തേക്ക് വരാവൂ, അല്ലെങ്കിൽ അതുപോലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് വരാൻ പാടുള്ളൂ എന്നിങ്ങനെ വാശി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജനം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിനൊരു മറ്റൊരു മാനദണ്ഡം വെക്കണം. അതായത് ഈ മായം ചേർന്ന പെട്രോളാണ് ഇപ്പൊ കൊടുക്കുന്നത് എന്നതുകൊണ്ട്, എഥനോൾ കലർന്ന പെട്രോളാണ് കൊടുക്കുന്നത് എന്നുകൊണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ അളവ് ക്രമീകരിക്കണം. ആ പുതിയ അളവിൽ പഴയ വാഹനങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു പഴയ അളവ് ക്രമീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നൊന്നേ പറയാൻ പറ്റൂ. കാരണം ഇത് വിറ്റഴിച്ച മാത്രം പോരല്ലോ. ഈ പറയുന്ന മന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും മാത്രം ജീവിച്ചാൽ പോരല്ലോ. ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കണ്ടേ? ഇവിടുത്തെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യയിൽ നികുതി തന്ന് നിങ്ങളെയൊക്കെ ഭരണത്തിലേറ്റി വോട്ട് ചെയ്തവരെ കയറ്റി ഇരുത്തിക്കുന്നവർ ഇല്ലേ? ജനാധിപത്യത്തിന്റെ കാവലാളുകൾ, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, അവർക്ക് ജീവിക്കണ്ടേ? അവരുടെ പണത്തിനും അവരുടെ ജീവിതത്തിനും യാതൊരു വിലയില്ലേ? Different angles. Don't forget to subscribe and support this channel.